ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർണ്ണവില ലക്ഷം കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. ഇന്ന് സ്വർണം വാങ്ങുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. എന്നാൽ ഒരിക്കലെങ്കിലും ജ്വല്ലറിയിൽ പോയി സ്വർണ്ണമോ വെള്ളിയോ വാങ്ങാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നതെങ്കിലും കണ്ടിട്ടുണ്ടാകും. നമുക്കെല്ലാവർക്കും അറിയാം, ജ്വല്ലറികളിൽ നിന്നും സ്വർണം വാങ്ങുമ്പോൾ പിങ്ക് നിറത്തിലുള്ള പേപ്പറിലായിരിക്കും സ്വർണം പൊതിഞ്ഞ് തരുന്നത്. എന്തിനാണ് ഈ പിങ്ക് നിറത്തിലുള്ള പേപ്പറിൽ തന്നെ സ്വർണം തരുന്നത്? എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് അല്ലേ അത്? അപ്പോൾ ആ സംശയത്തിനുള്ളൊരു മറുപടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുക. അതിനു മുൻപായിട്ട് ഇന്നത്തെ സ്വർണ്ണ വില കൂടെ അറിയാം. അപ്പം മൊത്തത്തിൽ ഇന്ന് സ്വർണ്ണത്തിന് വില കുറഞ്ഞിട്ടുണ്ട്. 1 ഗ്രാമിന് 14,135, 8 ഗ്രാം 22 ക്യാരറ്റ് 1 പവൻ വരുന്നത് 1,13,80. സ്വർണ്ണവില ഗ്രാമിന് 65 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. പരമ്പരാഗത ആഭരണ കടകളിൽ നിന്നും പിങ്ക് പേപ്പറിൽ പൊതിഞ്ഞ ശേഷമായിരിക്കും അവ ബോക്സിലാക്കി നൽകുന്നത്. വളകൾ, മോതിരങ്ങൾ, പാദസരങ്ങൾ, ചെറിയ മാലകൾ, കമ്മലുകൾ തുടങ്ങിയവയാണ് പ്രധാനമായും പിങ്ക് പേപ്പറിൽ പൊതിയുന്നത്. ഇന്നത്തെ ആധുനിക ഷോറൂമുകളിൽ ബ്രാൻഡഡ് വെൽവെറ്റ് കേസുകളും ഡിസൈനർ പാക്കേജിങ്ങും പ്രചാരത്തിലാവുന്നതിന് മുൻപ് രാജ്യമെമ്പാടുമുള്ള ജ്വല്ലറികളിൽ സ്വർണം, വെള്ളി ആഭരണങ്ങൾ പൊതിയാൻ പിങ്ക് കടലാസ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. സ്വർണ്ണ വ്യാപാരികളുടെ അഭിപ്രായത്തിൽ ഇത് വെറുമൊരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ആഭരണത്തിൻ്റെ സംരക്ഷണം കൂടി കണക്കിലെടുത്തായിരുന്നു പിങ്ക് പേപ്പർ ഉപയോഗിച്ചത്. ഇനി എന്തുകൊണ്ടാണ് ആഭരണങ്ങൾ പിങ്ക് പേപ്പറിൽ പൊതിയുന്നതെന്ന് നോക്കാം. സാധാരണ പേപ്പറുകളിൽ ആസിഡും രാസവസ്തുക്കളും അടങ്ങിയിരിക്കും. ഓക്സിഡേഷനോ ഈർപ്പമോ മൂലം ആഭരണങ്ങളുടെ തിളക്കം കാലക്രമേണ കുറയാൻ സാധ്യതയുണ്ട്. പിങ്ക് പേപ്പർ ആസിഡ് ഫ്രീയും കെമിക്കൽ ഫ്രീയുമാണ്. അതിനാൽ ആഭരണങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സഹായിക്കുന്നു. ഈർപ്പത്തിന് പുറമെ പൊടികളിൽ നിന്നും ആഭരണത്തെ സുരക്ഷിതമായി സൂക്ഷിക്കാനും പിങ്ക് പേപ്പർ സഹായിക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. കൂടാതെ പിങ്ക് നിറം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും തിളക്കം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. പിങ്ക് പേപ്പറിൽ വെക്കുമ്പോൾ വെള്ളി ആഭരണങ്ങളും കൂടുതൽ തിളക്കമുള്ളതായി തോന്നും. എന്നാൽ മറ്റ് നിറങ്ങളിൽ ഈ തിളക്കം തോന്നിപ്പിക്കില്ല. കാണുന്ന ആളിലും ഒരു പ്രത്യേക ആകർഷണവും തോന്നിപ്പിക്കുകയും ചെയ്യും. സ്വർണം പിങ്ക് പശ്ചാത്തലത്തിൽ വെച്ചാൽ കൂടുതൽ തിളങ്ങി കൂടുതൽ ആകർഷകമായി തോന്നും. ഇതൊരു കച്ചവട തന്ത്രം കൂടിയാണ്. കൂടാതെ പിങ്ക് കടലാസ് വളരെ കനം കുറഞ്ഞ ടിഷ്യൂ പേപ്പറാണ്. ആഭരണങ്ങൾ ഉരസി പോറലുണ്ടാക്കുന്ന തടയുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ആധുനിക ഷോറൂമുകളിൽ ആഭരണങ്ങൾക്ക് ആൻറ്റി ടാർണിഷ് കോട്ടിംഗ്, നൈട്രജൻ ഫില്ലഡ് പാക്കേജിംഗ്, ബ്രാൻഡഡ് ബോക്സുകൾ എന്നിവ ലഭ്യമാണ്. അതോടെ പിങ്ക് പേപ്പറിൻ്റെ ആവശ്യം കുറഞ്ഞു. ഇന്നും ചില ചെറുകിട ആഭരണശാലകളിൽ ഈ ശീലം തുടർന്നു വരുന്നുണ്ട്. പക്ഷേ പഴയ തലമുറയ്ക്ക് പിങ്ക് പേപ്പറിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ ഒരു നൊസ്റ്റാൾജിയ കൂടിയാണ്. പിങ്ക് നിറം ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായി കാണുന്നവരുണ്ട്. സന്തോഷവേളയിൽ നെഗറ്റീവ് എനർജി അകറ്റാൻ പിങ്ക് നിറം ഉപയോഗിക്കാമെന്ന് പറയുന്നവരുമുണ്ട്. മറ്റു കടലാസുകളിൽ സ്വർണം പൊതിയുന്നത് ദോഷകരമായി കരുതുന്നവരും ഏറെയാണ്. ഇത്തരത്തിൽ ശാസ്ത്രീയവും വിശ്വാസപരവുമായ കാരണങ്ങളാണ് പിങ്ക് കടലാസിന് പിന്നിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് പിങ്ക് നിറത്തിലുള്ള പേപ്പറിൽ തന്നെ സ്വർണം പൊതിഞ്ഞു തരുന്നു എന്നുള്ള സംശയം ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്.